ഓരോ രാജ്യത്തെ ഭക്ഷണത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഭക്ഷണം, തമിഴ്നാട്ടിലെ ഭക്ഷണം, ആന്ധ്രയിലെ ഭക്ഷണം, അല്ലെ കാശ്മീരിലെ ഭക്ഷണം, അങ്ങനെ ഓരോ ഓരോ ചുറ്റുപാടിനും ഓരോ ഭക്ഷണങ്ങളാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ പ്രത്യേകതരമായ ഭക്ഷണമുണ്ട്. അതൊന്നും മോശമല്ല. പക്ഷെ അതിനെയൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യും. ഇപ്പം മറ്റൊരു വിദേശ രാജ്യത്ത് നിങ്ങൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബൈയിലോ പോയി കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ ഭക്ഷണങ്ങളും അവിടെ കിട്ടും. അപ്പോൾ അതൊക്കെ അത് എല്ലാ ഭക്ഷണവും, പക്ഷെ അതിൻ്റെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിരിക്കുന്നത് അറേബ്യൻ ഭക്ഷണത്തിന് ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ അതൊരു മോശം ഭക്ഷണമല്ല. വളരെ ലോകത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണ രീതിയാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം നമ്മളുടെ മലയാളി സംസ്കാരമായിട്ട് അറേബ്യൻ സംസ്കാരം ഒരുപാട് ഇടപഴകിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട്. പ്രവാസ ജീവിതം, പ്രത്യേകിച്ച് മലയാളികളുടെ ഭൂരിപക്ഷം ആൾക്കാരും മിഡിൽ ഈസ്റ്റേൺ ജോലി ചെയ്ത് ഒരു ഫസ്റ്റ് ജനറേഷനായി, സെക്കൻഡ് ജനറേഷനായി, തേർഡ് ജനറേഷനായി അവിടെ ജനിച്ചു വളർന്ന കുട്ടികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു അപ്പവും ഇഡ്ഡലിയും കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവർ കഴിക്കുക, അവരുടെ ഫ്രണ്ട്സിനോട് കഴിക്കുക അറേബ്യൻ ഭക്ഷണമാണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഇനി അത് മാറ്റാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് എത്തും. നേരെ മറിച്ച് ഈ മലയാളികളെല്ലാം ജപ്പാനിലായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ ഈ അറേബ്യൻ ഫുഡിന് പകരം ഇവിടെയൊക്കെ സൂഷിയും അല്ല അങ്ങനെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റ്സുകളായിരിക്കും വരിക. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം, ഈ ഒരു ഭക്ഷണത്തിന് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് ഇത് എത്തിയപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊരു രീതിയുണ്ട്, ഇതിൻ്റെ ഒരു നോളജ് ഉണ്ട്, ഇതിൻ്റെ ഒരു ടെക്നിക്കുണ്ട്, അതൊരു പ്രൊഫഷണൽ ഭക്ഷണമാണ്. അപ്പോൾ അത് ആരും ഇത്രയും ഇവിടെ കേരളത്തിൽ പെട്ടെന്ന് എല്ലാവർക്കും മന്തി അല്ലെങ്കിൽ ഷവർമ, അൽഫാം അങ്ങനെയൊക്കെയുള്ള ഗ്രില്ല് ഫുഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള താല്പര്യം ഇഷ്ടവുമായി ആളുകൾക്ക് ഡിമാൻഡ് ആയെന്ന് അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ആ ഒരു ബിസിനസ് വളരും. കാരണം എന്താണ് മാർക്കറ്റ് ആവശ്യപ്പെടുന്നത് അതാണ് ബിസിനസ്സായിട്ട് വരിക. പക്ഷേ അവിടെ വന്നപ്പോൾ ഉള്ള പ്രശ്നം വന്നിരിക്കുന്നത് ഇതിനുള്ള തൊഴിൽ, ഇതിനുള്ള റിസോഴ്സ് ഇവിടെ കറക്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഷവർമ, അല്ല ഇതൊരു മീറ്റ് എടുത്ത് ഇങ്ങനെ ഒരു കമ്പിയിൽ കുത്തി മറിനേറ്റ് ചെയ്ത് ഒരു മയനൈസ് സോസും അടിച്ച് അല്ല ഇത് കൊടുക്കാം, അല്ല ഒരു ഗ്രിൽ ചിക്കൻ, അൽഫാം എന്ന് പറയുന്ന ചിക്കൻ എന്തെങ്കിലും മറിനേറ്റ് ചെയ്തിട്ട് ഇത്ര മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കനാവും. പക്ഷേ ആ ഇത്ര മിനിറ്റ് ആണെന്നുള്ളിൽ അല്ലെങ്കിൽ വെന്തിട്ടില്ല, അല്ലെങ്കിൽ അത് പിങ്കാണ്, അല്ലെ ഭക്ഷണ യോഗ്യമല്ല എന്നൊക്കെയുള്ളൊരു നോളജ് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് കിട്ടുന്നതല്ല ഒരു ഷെഫിന്. നമ്മളൊരു മലയാളി ഒരു അടപ്രഥമൻ ഉണ്ടാക്കണം, അത് എത്ര കോംപ്ലക്സ് ആണെന്ന് നമുക്കറിയാം. അത് ഈ ഒരു അടപ്രഥമൻ ലോകത്ത് പ്രചാരമായിട്ട് ഒരു ജപ്പാനിലെ ഒരു അമേരിക്കയിലെ ഒരു ഷെഫ് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ അത് ശരിയാവില്ല. അതേ ടെക്നിക്കാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭക്ഷണം, ഈ ഒരു അറേബ്യൻ ഫുഡ് ഇവിടെ ഇൻഫ്ലുവൻസ് ആയി എന്നുള്ളത് സത്യമായതുകൊണ്ട് അപ്പം അത് ഇത്രമാത്രം പ്രചാരമായപ്പം അതുണ്ടാക്കാനുള്ള യോഗ്യതയുള്ള ആൾക്കാരുടെ കുറവ്. ഇത് എത്രയോ മികച്ച, കേരളത്തിൽ എത്രയോ നല്ല റെസ്റ്റോറൻറ്റ്സിൽ അറേബ്യയിൽ ഉള്ളതിനേക്കാട്ടിൽ മികച്ച രീതിയിൽ ഇവിടെ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പക്ഷേ ഈ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ആരെങ്കിലും പെട്ടെന്നൊരു ബിസിനസ് തുടങ്ങേണ്ട വയ്ക്ക് ആരെങ്കിലും വിളിക്കുന്നു, അപ്പോൾ ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കടയിൽ നിന്നൊരു പരിചയം വെച്ച് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പരിചയം വെച്ചിട്ട് നമുക്ക് പരിചിതമല്ലാത്തൊരു ഭക്ഷണം അത് മറിനേറ്റ് ചെയ്യുന്നതിനൊരു സമയം ഉണ്ടാവാം. ആ മീറ്റ്, കാരണം ഇതൊക്കെ ഗ്രില്ല് ചെയ്യണം. അപ്പോൾ ഇത് 5-10 മിനിറ്റ് കൊണ്ടൊരു വേവിച്ച് ഒരു പ്രതലത്തിലെ ചൂട് തട്ടി നമ്മളുടെ ഭക്ഷണ രീതി എന്ന് വെച്ചാൽ വെള്ളത്തിനകത്ത് ഗ്രേവിക്കകത്ത് കിടന്ന് തിളച്ച് മറിഞ്ഞ് കുക്കായി അതിൻ്റെ എല്ലാ അണുബാധ നഷ്ടപ്പെട്ടിട്ട് ഒരുപക്ഷെ ഗുണങ്ങളൂടെ നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കഴിക്കുക. ഓവർ കുക്ക്, അധിക വേവിലാണ് നമ്മൾ കഴിക്കുക. ആ സ്ഥാനത്ത് പെട്ടെന്ന് നമ്മൾ വേവിച്ച ഭക്ഷണം കഴിച്ച മലയാളികളുടെ ഇടയിലേക്ക് ചിലപ്പം വേവ് ഇല്ലാത്ത അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മീറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അപകടമാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം.